തഞ്ചാവൂർ, ശിലയിലും സംഗീതമുള്ള നാട്. തമ്പുരുവിൻ്റെ മന്ത്രധ്വനി മനസ്സിലുണരാതെ തഞ്ചാവൂരിനെ ഓർക്കാൻ വിഷമമായിരിക്കും. ത്യാഗരാജൻ്റെയും മുത്തുസ്വാമി ദീക്ഷിതരുടെയും ശ്യാമശാസ്ത്രികളുടെയും നാട്. കർണാടക സംഗീതം ഈ തെക്കൻ പട്ടണത്തിൽ കടലായി ഇരമ്പുന്നു. കാവേരി നദീതീരത്തെ ഓരോ മൺതരിയിലും പാട്ടുറങ്ങുന്നുണ്ട്. തഞ്ചൻ്റെ ഊരാണ് തഞ്ചാവൂർ. തഞ്ചനെന്ന അസുരനെ ശ്രീ ആനന്ദവല്ലിയമ്മനും ശ്രീനീല മേഘപ്പെരുമാളും വധിക്കും മുമ്പ് അവൻ്റെ ആഗ്രഹം സാധിച്ചു നൽകി. ആ നാട്ടിന് തഞ്ചൻ്റെ ഊരെന്ന പേര് നൽകി. തമിഴ്നാട്ടിലെ ഈ സംഗീതക്ഷേത്ര നഗരത്തിന് വലിയ ചരിത്ര പാരമ്പര്യമുണ്ട്. ചോളരും വിജയനഗരത്തിലെ നായകരും ഒടുവിൽ മറാത്ത രാജന്മാരും ഇവിടെ ഭരിച്ചിരുന്നു. ശിവജിയുടെ ഭ്രാതാവ് വെങ്കാജിയുടെ നേതൃത്വത്തിലുള്ള മറാത്തക്കാർ 1674 തഞ്ചാവൂർ കീഴടക്കിയത്. ഈ രാജന്മാർ 1799 വരെ ഇവിടം വാണു. പിൽക്കാലത്ത് ക്രിസ്ത്യൻ മിഷനുകളുടെ കേന്ദ്രമായി മാറി തഞ്ചാവൂർ. തമിഴ്നാടിൻ്റെ നെല്ലറയാണ് തഞ്ചാവൂർ. 36 ചതുരശ്ര കിലോമീറ്ററാണ് തഞ്ചാവൂരിൻ്റെ വിസ്തൃതി. തമിഴ്നാട്ടിലെ 8ാമത്തെ വലിയ നഗരമാണ് തഞ്ചാവൂർ. ധാരാളം തെലുങ്കന്മാരും സൗരാഷ്ട്രക്കാരും മറാഠികളുമുണ്ടെങ്കിലും കൂടുതലും തമിഴർ തന്നെ. ജനങ്ങളിൽ ഭൂരിപക്ഷവും കൃഷിക്കാരാണ്. ദക്ഷിണേന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ, സാഹിത്യ, മതകേന്ദ്രങ്ങളിലൊന്നാണ് തഞ്ചാവൂർ. പക്ഷേ തഞ്ചാവൂർ സംഗീതത്തിൻ്റെ മാത്രം പര്യായമാണ് പുറം നാട്ടുകാർക്ക്. കർണാടക സംഗീത കുലപതികളുടെ നാടാണ് തഞ്ചാവൂർ. പിൽക്കാലത്ത് നിരവധി സംഗീത വിദ്വാൻമാർക്കും വിദുഷികൾക്കും ത്യാഗരാജൻ്റെ നാട് ജന്മം നൽകി. ഭരതനാട്യത്തിനും തഞ്ചാവൂർ ചിത്രകലയെന്ന പ്രത്യേക പെയിൻറിംഗ് പാരമ്പര്യത്തിനും പ്രശസ്തമാണ് ഈ നാട്. തകിൽ, വീണ എന്നിവയുടെ നാടുകൂടിയാണ് തഞ്ചാവൂർ. തഞ്ചാവൂർ പാവകളും വളരെ പ്രശസ്തമാണ്. 1-ാം രാജരാജ ചോളൻ നിർമ്മിച്ച ബൃഹദ്വേശ്വര ക്ഷേത്രമാണ് തഞ്ചാവൂരിലെ പ്രധാന കാഴ്ച. 10ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം യുനെസ്കോവിൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിലൊന്നാണ്. ദ്രാവിഡ ശില്പഭംഗിയുടെ നിറവാണ് ബൃഹദ്വേശ്വര ക്ഷേത്രം. പെരിയകോവിൽ എന്ന മുഖ്യക്ഷേത്രം ഒരു കോട്ടയ്ക്കകത്താണ്. ഈ മതിൽക്കെട്ട് 16ാം നൂറ്റാണ്ടിലാണ് പണിതത്. ക്ഷേത്രത്തിൻ്റെ മുഖ്യ ഗോപുരത്തിന് 70 മീറ്റർ പൊക്കമുണ്ട്. ഒരു 20 നില കെട്ടിടത്തിൻ്റെ ഉയരം വരും. ഗോപുരമുകളിലെ അർദ്ധഗോളമകുടത്തിൻ്റെ നിഴൽ ഒരിക്കലും തറയിൽ വീഴില്ലെന്ന വാസ്തു കൗതുകവും ഈ ക്ഷേത്രത്തിന് സ്വന്തമാണ്. ഒറ്റക്കല്ലിലെന്ന പോലെ തീർത്ത ഈ മകുടത്തിന് ഏതാണ്ട് 1 ടൺ ഭാരം വരും. ഏതാനും വർഷം മുൻപ് മാത്രമാണ് ഇത് 2 കല്ലിൽ തീർത്തതാണെന്ന് തിരിച്ചറിഞ്ഞത്. $70 മീറ്റർ ഉയരത്തിലേക്ക് കല്ലുകൾ എത്തിക്കാൻ അക്കാലത്ത് 11 കിലോമീറ്റർ ദൂരെ നിന്ന് തഞ്ചാവൂർ വരെ നേരിയ ചെരിവ് മാത്രമുള്ള മൺപാലം നിർമ്മിച്ചിരുന്നു. 16ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ തന്നെ നിലവിൽ വന്ന പ്രശസ്തമായ സരസ്വതി മഹൽ ഗ്രന്ഥാലയമാണ് തഞ്ചാവൂരിൻ്റെ മറ്റൊരു പെരുമ. 18ാം നൂറ്റാണ്ടിൽ ഷ്വാർസ് പാതിരി സ്ഥാപിച്ച സെൻറ് പീറ്റേഴ്സ് സ്കൂൾ പ്രശസ്തമാണ്. 2 സർവകലാശാലകളുണ്ട് തഞ്ചാവൂരിൽ. തമിഴ് യൂണിവേഴ്സിറ്റിയും ശാസ്ത്ര ഡീംഡ് യൂണിവേഴ്സിറ്റിയും. എല്ലാ വർഷവും ചിത്തിര മാസത്തിൽ രഥോത്സവം നടക്കുന്ന ത്യാഗരാജ ക്ഷേത്രവും തഞ്ചാവൂരിൻ്റെ മുഖ്യ ആകർഷണ കേന്ദ്രമാണ്.
തഞ്ചാവൂർ സംഗീതത്തിൻ്റെ നാടാണ്.